ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നല്ല രുചികരമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചരിയിലാണ്. ഞാൻ 1.5 കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിനകത്തിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ് കേട്ടോ. തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ബൗളിന് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് അരിയുടെ ചോറായാലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചുവന്ന അരിയുടെ ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ലൂസാക്കാതെ നമ്മുടെ മാവൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇതാ ഈ ഒരു കണക്കിന് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാവാതെ കുറച്ച് തിക്കായിട്ടാണ് അരച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണമെന്നില്ല. ചെറിയ ചെറിയ തരികൾ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മസൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കാം. ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ എള്ള് ചേർക്കാവൂ, അല്ലെങ്കിൽ എള്ളിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഈ നെയ്യോടുകൂടി വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച്. ഇനി ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാന തയ്യാറാക്കണം. ഞാൻ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് കുറച്ച് കളറ് കുറവാണ് കേട്ടോ. നല്ലതുപോലെ കറുത്ത ശർക്കരയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അരിച്ച് മാത്രമേ എടുക്കാവൂ, കാരണം ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മധുരം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ശർക്കര എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യോടുകൂടി തന്നെ ബാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ഇനി ബേക്കിംഗ് സോഡ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പലഹാരം കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കാം. എങ്ങും കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്ത പാനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് മുകളിലേക്ക് വരുമോ എന്നറിയില്ല. കണ്ടില്ലേ, അതേപോലെ തന്നെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൊണ്ടൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാവ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ നമുക്കിത് കുക്ക് ചെയ്താൽ മാത്രം മതി.
ഞാനിത് സ്പൂൺ കൊണ്ടൊക്കെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ അടിയിൽ വരാനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ അടിയിൽ വന്നിട്ടുണ്ട്, കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അടുത്തത് ഉണ്ടാക്കുന്നതുമ്പോൾ മാവ് കുറച്ചുകൂടി കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. തീ ഒട്ടും കൂട്ടി വെക്കരുത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അത് വെന്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ബബിൾസൊക്കെ വന്ന് നല്ല ഹോൾസായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിവശമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഇതിൻ്റെ ഈ വശവും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൽ തന്നെ തിരിച്ചിടാൻ പറ്റത്തില്ല. ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടി ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2 സൈഡും നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നേരത്തെ ഒഴിച്ചു കൊടുത്തതിനേക്കാട്ടിൽ കൂടുതൽ മാവ്, ബാക്കിയിരുന്ന മാവ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ വളരെ കുറച്ച് മാവ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ടാമത് ഒഴിച്ചു കൊടുത്തത് നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രമേ നമ്മൾ വെച്ച് കൊടുക്കാവൂ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇതുപോലൊന്ന് കുത്തി നോക്കണം, ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇത് നമ്മൾ പാനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശമൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ രണ്ടാമത് ഉണ്ടാക്കിയതിൻ്റെ മറുവശം ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടില്ല, ആദ്യം ഉണ്ടാക്കിയതിൻ്റെ മറുവശം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നമ്മൾ ആദ്യം ചെയ്തതാണിത്. മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. നമ്മൾ കുറച്ച് അരിയൊന്ന് കുതിർത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.